NCP-യുടെ നേതാക്കളെ കുറിച്ച് അജിത് പവാറിനെ കുറിച്ചൊക്കെ എത്രയോ തവണ പ്രസംഗിച്ച് നാക്ക് വായിലേക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹവുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കാൻ പോയില്ലേ? അല്ല, മുൻപ് താങ്കൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. BJP കേന്ദ്രത്തിൽ NCP-യുമായി സഖ്യമുണ്ടാക്കിയത് BJP-യുടെ രാഷ്ട്രീയ വിജയമെന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ താങ്കൾക്ക് എന്താണ് പ്രശ്നം? കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഏക അജണ്ടയുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നണിയല്ലേ? അപ്പോൾ അതാണ് പ്രശ്നം. അല്ല, കേരളത്തിലെ വെറും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായി മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന താങ്കൾക്ക് കേന്ദ്രത്തിൽ അന്ന് BJP NCP-യുമായി സഖ്യമുണ്ടാക്കിയതിൽ എന്താണ് പ്രശ്നം? മോദി ഡൽഹിയിൽ ഇരിക്കുന്നതിന്റെ പേരിൽ കേരളത്തിൽ നിന്ന് കുറെ പേരിങ്ങനെ മസിലും പിടിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ, ധാർഷ്ട്യത്തിന്റെ, ധിക്കാരത്തിന്റെ സ്വരത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇവരെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു അധികാര കസേര മോഹിച്ച് BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയ താങ്കൾക്ക് BJP-യുടെ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് പറയുവാൻ എന്ത് അവകാശമാണ്, അഥവാ എന്ത് അർഹതയാണുള്ളത്? രാഷ്ട്രീയ സദാചാരത്തെ കുറിച്ച് പ്രസംഗിക്കാൻ ഒട്ടും തന്നെ അർഹതയില്ല. സമ്മതിച്ചല്ലോ. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് ഏറ്റവും വലിയ വാസവദത്തയുടെ ചാരിത്ര പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്.